നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമ്മ സംഘടനയിലെ താരങ്ങൾ തമ്മിലുള്ള പോര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ ഹസൻ രംഗത്തെത്തിയതോടെയാണ് ചൂട് പിടിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമായത്. താരസംഘടനയായ അമ്മയിൽ നിന്നും രാജിവെക്കാൻ കാരണം ടിനി ടോം ആണെന്നും തനിക്കെതിരെ പതിവായി അപവാദ പ്രചരണം നടത്തിയെന്നും അൻസിബ ആരോപിച്ചു. മതതീവ്രവാദിയായി തന്നെ ചിത്രീകരിക്കാൻ ടിനി ടോമിന്റെ ഭാഗത്തുനിന്ന് നിരന്തര ശ്രമം നടന്നുവെന്നും താൻ ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നതായും പറഞ്ഞു പരത്തിയെന്നും അൻസിബ വ്യക്തമാക്കിയതോടെ അൻസിബയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും താരങ്ങൾ രംഗത്തെത്തി. ഇപ്പോഴിതാ അമ്മ സംഘടനയിലെ താരങ്ങൾ തമ്മിലുള്ള പോരിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി മല്ലിക സുകുമാരൻ. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം, അമ്മയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം, അല്ലെങ്കിൽ സംഘടന തന്നെ പിരിച്ചുവിടണമെന്നും മല്ലിക സുകുമാരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എക്സിക്യൂട്ടീവിൽ നിന്ന് നടി അൻസിബ ഹസൻ രാജിവെച്ചിരുന്നു. ടിനി ടോമിനെതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണമായത്. ടിനി ടോമിനെ പിന്തുണച്ച് ചിലർ രംഗത്ത് വന്നിരുന്നു. അൻസിബയെ പിന്തുണച്ച് നിരവധി താരങ്ങൾ രംഗത്തുണ്ട്. അമ്മയുടെ പ്രവർത്തനം സുതാര്യമല്ല എന്ന ആക്ഷേപം ഉയർന്നു. പല കാര്യങ്ങളും യൂട്യൂബ് ചാനലുകളിൽ നിന്നാണ് അറിയുന്നതെന്ന വിമർശനവും താരങ്ങൾ പങ്കുവച്ചു. അമ്മയിലെ എല്ലാ കാര്യങ്ങളിലും ഒരു രഹസ്യമുള്ള പോലെയാണെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. എല്ലാം ഒളിച്ചും പാത്തുമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മുതിർന്ന താരങ്ങൾ ഇക്കാര്യം ചോദിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഇരിക്കുന്നതാകാം. കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ മല്ലിക സുകുമാരൻ മുമ്പ് ടിനി ടോം പറഞ്ഞ കാര്യങ്ങളും വെളിപ്പെടുത്തി. സരയുവിനെയും അൻസിബയെയും അമ്മ എക്സിക്യൂട്ടീവിൽ കൊണ്ടുവരണമെന്ന് മുമ്പ് ടിനി ടോം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മല്ലിക പറയുന്നു. പിന്നീട് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് അറിയില്ല. അമ്മയുടെ ഓഫീസിൽ നിറയെ ക്യാമറകളാണ്. ബാത്റൂമിലേക്ക് പോകുന്ന ഇടനാഴിയിൽ വരെ ക്യാമറയാണ്. രഹസ്യമായി എന്തൊക്കെയോ നടക്കുന്ന സ്ഥലത്ത് വെച്ച പോലെയാണ് കാര്യങ്ങളെന്നും മല്ലിക പറഞ്ഞു. കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 പേരെ പുറത്താക്കുക എന്നതാണ് ഒരു പരിഹാരമെന്ന് മല്ലിക അഭിപ്രായപ്പെട്ടു. മറ്റൊരു തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, അല്ലെങ്കിൽ മൊത്തം സംഘടന പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം. നിലവിലെ അവസ്ഥ വെച്ച് മുന്നോട്ട് പോകാൻ ആർക്കും താല്പര്യമില്ല. ഒരുപാട് ദുഷ്പേരുണ്ട്. നിരവധി കഥകളാണ് കേൾക്കുന്നതെന്നും മല്ലിക പറഞ്ഞു. അൻസിബ ഹസൻ ഇത്രയും ബോൾഡായി ക്യാമറകൾക്ക് മുമ്പിലെത്തി പറയണമെങ്കിൽ കാര്യമായി എന്തോ ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മോശം കഥകളാണ് കേൾക്കുന്നത്. എത്രയും വേഗം മോഹൻലാലും മമ്മൂട്ടി ഇടപെട്ട് പരിഹാരം കാണണമെന്നും മല്ലിക സുകുമാരൻ ആവശ്യപ്പെട്ടു. ഈ ചർച്ചകൾക്കിടയിൽ അമ്മയിലെ കണക്കുകൾ പുറത്തുവിടണമെന്ന ആവശ്യവുമായി മാല പാർവതി രംഗത്തെത്തി. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ സാമ്പത്തിക കണക്കുകൾ കാണിച്ചിരുന്നില്ല. ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി അംഗങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ കാണിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പ് എത്രയാണെന്ന് വ്യക്തതയില്ല. സ്റ്റീഫൻ ദേവസിയുടെ പരിപാടിക്ക് 13 ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നു. അദ്ദേഹം അത്രയും വാങ്ങില്ലെന്നും കേൾക്കുന്നു. എല്ലാത്തിനും വ്യക്തത വേണമെന്നും മാല പാർവതി പറഞ്ഞു. അതേസമയം ഈ ചർച്ചകൾക്കിടയിൽ താരസംഘടനയായ അമ്മയിലെ വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വെണ്ണല ശിവക്ഷേത്രം ഭാരവാഹികളിൽ നിന്ന് അമ്മ 75 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി. ഇതിൽ 30 ലക്ഷം രൂപ ബാങ്ക് വഴി കൈമാറി. ബാക്കി 45 ലക്ഷം രൂപ അമ്മ ഭാരവാഹികൾ ചില രേഖകൾ കാണിച്ചാൽ അടുത്ത മാസം കൈമാറുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ നന്ദകുമാർ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമ്മയുടെ കുടുംബ സംഗമം നടന്നിരുന്നു. ക്ഷേത്രം സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഇക്കാര്യം അമ്മയുടെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തപ്പോൾ നടി അൻസിബ ഹസൻ എതിർത്തു. ഒരു മതസ്ഥാപനങ്ങളിൽ നിന്നും അമ്മ സ്പോൺസർഷിപ്പ് സ്വീകരിക്കരുതെന്നും ഡൊണേഷൻ വാങ്ങാമെന്നുമായിരുന്നു അൻസിബയുടെ നിലപാട്. എന്നാൽ ഇക്കാര്യം പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചില്ല. ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സ്പോൺസർ ചെയ്തതെന്ന് നന്ദകുമാർ പറഞ്ഞു. ക്ഷേത്ര ഭാരവാഹികൾ വിശദമായി ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനമെടുത്തത്. അമ്മയിലും ചർച്ച നടന്നു. അൻസിബ മാത്രമാണ് എതിർത്തതെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചുവെന്നും നന്ദകുമാർ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പണം വാങ്ങുന്നതിൽ എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ തനിക്കെതിരെ പോലീസ് കേസ് വന്നുവെന്ന് അൻസിബ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നടി ലക്ഷ്മി പ്രിയയാണ് പരാതി നൽകിയത്. അൻസിബ അയച്ച മെസ്സേജ് തന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായി എന്നായിരുന്നു പരാതി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ 3 മണിക്കൂർ ഹറാസ് ചെയ്തുവെന്ന് അൻസിബയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അൻസിബ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിലെ പരിപാടിക്ക് പോരുന്ന എല്ലാ താരങ്ങൾക്കും മതിയായ പ്രതിഫലം നൽകാറുണ്ട് എന്നാണ് ഈ ഒരു ക്ഷേത്രം ഭാരവാഹി പറയുന്നത്. എല്ലാ താരങ്ങൾക്കും മതിയായ പ്രതിഫലം നൽകാറുണ്ട്. ഇതിനു മുമ്പ് സുരേഷ് ഗോപി ക്ഷേത്രത്തിലെ പരിപാടിക്ക് വന്നിരുന്നു. അന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് നന്ദകുമാർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ചാരിറ്റി സംഘടനയ്ക്ക് വേണ്ടിയാണ് പണം കൈപ്പറ്റിയതെന്നും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം ഇടപാട് നടത്തിയതെന്നുമാണ് നന്ദകുമാർ പറഞ്ഞത്. എന്നാൽ മോഹൻലാൽ പരിപാടിക്ക് വന്നപ്പോൾ പണം വാങ്ങിയില്ല എന്നും 2 തവണ ക്ഷേത്രത്തിന് അദ്ദേഹം സംഭാവന നൽകിയെന്നും നന്ദകുമാർ പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.